ഹായ് ഹലോ കൂട്ടുകാരെ. അപ്പം എന്നാൽ നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് മൂന്നാർ പോയിട്ടുമ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ടാണ് കേട്ടോ. ഇതിൽ കണ്ടോ, ക്യാരറ്റ് കറുമുറേന്ന് കഴിക്കുന്ന നല്ല പച്ച ക്യാരറ്റായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ പച്ച ക്യാരറ്റാകുമ്പോൾ. അപ്പോൾ വേദമോളത് കഴിക്കുകയാണ്. ആദിദേവ് പക്ഷേ ചോളമാണ് കേട്ടോ കഴിക്കുന്നത്. അവന് ഇത് അത്രയ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മൂന്നാറിൽ, ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്ഥലമൊക്കെ സുപരിചിതമായ സ്ഥലമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് കുറച്ച് മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കുറച്ച് മുമ്പത്തെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാത്തതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മൂന്നാർ കാണിച്ചു തരാൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്ത് മനോഹരമായ കാഴ്ചയാണ് നോക്കി. താഴെ മേഘവും മുകളിൽ നമ്മൾ നിൽക്കുന്ന പോലെയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയി, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോയി. ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അവിടെ നോക്കിയാൽ ഓറഞ്ച് മരമാണ് കേട്ടോ. അതിൽ മൊത്തം ഓറഞ്ചാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, ഒന്ന് കിട്ടിയാൽ നന്നായിരുന്നു എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കിട്ടില്ല കേട്ടോ. അത് കുറച്ച് താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന പുഴയിലൊക്കെ, ഞങ്ങൾ പുഴയുടെ സൈഡിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഈ ക്യാമറയിൽ ഉള്ള പോലെയല്ല കേട്ടോ. കുറച്ചുകൂടെ നന്നായിട്ട് ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. മേഘങ്ങളടിയിൽ നമ്മൾ മുകളിലും. അങ്ങനെ ഓറഞ്ച് കണ്ട് ഞങ്ങൾ കൊതിയോടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മളെടുത്തു. എന്തോരം മടിയാണെന്നറിയുന്നു. ഫോട്ടോയിൽ നിന്ന് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടപ്പാടാണ് അവനെയും കൊണ്ട്. എന്നാലും പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ച് നിർത്തി നിൽക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫോട്ടോ എടുത്ത്. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മഴയായത് കാരണം എല്ലാവരും പിന്നെ കുറച്ച് കോട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് കോട്ടൊക്കെ മേടിച്ചു കേട്ടോ. ഇത് നമ്മൾ ടെൻ്റ് ഹൗസായിരുന്നു കേട്ടോ. ടെൻറ്റിൽ ഇങ്ങനെ താമസിക്കുന്നത്, അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോയത്. പക്ഷേ നമുക്ക് ഈ മഴയും ചളിയും പിന്നെ അവരുടെ ടെൻ്റൊന്നും അത്രയ്ക്കൊരു ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ടെൻ്റ് ഹൗസിൽ താമസിക്കാതെ നമ്മൾ നമ്മുടെ വേറൊരു ഹോട്ടലിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അരിക്കൊമ്പൻ റിസോർട്ട് ഉണ്ട് കേട്ടോ അവിടെ മൂന്നാർ. അങ്ങനെ അരിക്കൊമ്പൻ റിസോർട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. പക്ഷേ ഇവിടുത്തെ ഇതൊക്കെ നല്ല ഭംഗിയായിരുന്നു. ടെൻ്റ് ഹൗസിൻ്റെ സെറ്റിങ്സൊക്കെ സൂപ്പറായിരുന്നു. പക്ഷെ നമുക്ക് ഈ മഴയൊക്കെ ആവുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് അട്ടയും ഒക്കെ കയറാനും ഒക്കെ സാധ്യതയുണ്ട്. അത്രയ്ക്കും ഒരു ഇതില്ലാത്തതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ വട്ടത്തിരിഞ്ഞ് ഇവിടെയൊക്കെ അങ്ങനെ ചുറ്റി. കാരണം വേദമോക്കൊക്കെ ബോറടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അരിക്കൊമ്പൻ റിസോർട്ടിലേക്ക് പോയി. അതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് നമുക്കിങ്ങനെ ശരിക്കും നല്ല അപ്പളേ തെളിഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. താഴെ ഇങ്ങനെ മേഘങ്ങൾ, നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ താഴെയായിട്ട് മേഘങ്ങൾ. അതൊരു അത്ഭുത കാഴ്ച തന്നെ കേട്ടോ. എനിക്ക് നല്ല അതിശയമാണ് തോന്നിയത്. നിങ്ങൾ കാണുന്ന ആളുകൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. നമുക്ക് മൂന്നാറിലും ഊട്ടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാണാൻ പറ്റുന്ന അപ്പം മാത്രം കാണാൻ പറ്റുന്ന ഒരിതാണ്. കണ്ടോ എന്ത് ഭംഗിയാണെന്നറിയോ. ഫോണിൽ കാണുന്നത് പോലെയല്ല കേട്ടോ. അതിനേക്കാളും മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. എന്തായാലും നിങ്ങൾക്കപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ വന്നിട്ട്. അപ്പം ഇനി മൂന്നാർ പോകുന്ന സമയത്ത് എല്ലാവരും, ഇത് രാവിലെ ടൈം കേട്ടോ. അതുപോലെ രാവിലെയും രാത്രിയാണ് നമുക്ക് ഇത് കൂടുതലായിട്ട് കാണാം. രാവിലെ എന്ന് പറഞ്ഞാൽ നന്ന രാവിലെ ഒരു സൂര്യന് ഉദിച്ച് വരുന്ന ആ ടൈമൊക്കെയാണ് കേട്ടോ. അതുപോലെ വൈകുന്നേരത്ത് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. മൂന്നാറിൽ നമ്മൾ പോയ സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. നല്ലോണം മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയായിരുന്നു. അപ്പോൾ ഈ മഴ സമയത്തും, മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പുയൽ എന്നാണ് കേട്ടോ ഇതിന് പറയുക. പുയലാണെന്നൊക്കെ അവർ പറയാം. അപ്പോൾ നമ്മൾക്ക് മഴ തന്നെയല്ലേ. അപ്പോൾ പക്ഷേ മഴ നമ്മുടെ നനഞ്ഞാലും അങ്ങനെ ഒരു ഡ്രസ്സൊക്കെ നനഞ്ഞ് അങ്ങനെ ഒഴുകണ ഒരു ടൈപ്പ് ആവില്ല. അതിങ്ങനെ ഇങ്ങനെ തങ്ങി നിൽക്കും. പിന്നെ അത് തനിയെ പോണ ഒരു വെള്ളം, അതായത് ഇതായി പോവും. ഈർപ്പം ഇങ്ങനെ മുകളിലേക്ക് പോണ പോലെ. അങ്ങനെ ആ തണുപ്പിൽ നമുക്കത് നനഞ്ഞ് ഉണ്ടാവില്ല കേട്ടോ, ഒട്ടിയിട്ട്. അങ്ങനെ ഒരു ഇതാണ്. അതുകൊണ്ടായിരിക്കും ഒരു പുയൽ എന്ന് പറയുന്നുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ വേറെ സ്ഥലത്തേക്ക് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴികളിലെ കാഴ്ചകളൊക്കെയാണ് നമ്മളിതിൽ എടുക്കുന്നത്. നമുക്കന്ന് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു ഇതിനെ ക്യാമറ പൊസിഷൻ മാറ്റണം എന്നുള്ളത്. ഞാൻ ഈ ഒരു രീതിക്കാണ് എടുത്തത്. പിന്നീടാണ് പറഞ്ഞത് ഈ രീതിയല്ല, നമുക്ക് തിരിച്ച് ഫോൺ എടുക്കണം എന്നുള്ളത്. എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോഴൊക്കെ നമ്മൾ ആ രീതിക്കുള്ള വീഡിയോസൊക്കെ എടുത്തിടുന്നതായിരിക്കും കേട്ടോ.
അപ്പോൾ മൂന്നാർ പോയവരൊക്കെ നമ്മുടെ ഇതിൽ വന്നിട്ട് ഒന്ന് ഇത് ചെയ്യുക. ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ഓർമ്മ വരുമല്ലോ, നമ്മളൊക്കെ ഈ സ്ഥലം പോയതാണേന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. പോകുന്ന വഴി ഇങ്ങനെ കാഴ്ചകളാണ്. ഇതിലൊന്നും പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ് ഇതാക്കേണ്ടതായിട്ടൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കൂട്ടാക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കി, നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത് അങ്ങനെ വേണ്ട. ഇപ്പം മഴ തന്നെയാണ് കേട്ടോ, മൊത്തം മഴയാണ്. അത് ഏലക്കൻ്റെ ചെടികളായിരുന്നു കേട്ടോ അവിടെ അപ്പുറത്ത് നമ്മൾ കണ്ടത്. ഏലക്കൻ്റെ ഇത് നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടാവുന്ന പോലെ ഈ മഞ്ഞളൊക്കെ ഉണ്ടാവുന്ന പോലെ അതിനേക്കാളും കുറച്ചുകൂടി വലിയ ഇലകളൊക്കെ ആയിട്ടുള്ളതാണ്. അതൊക്കെ ഏലക്കയാണ് കേട്ടോ. അതിൻ്റെ ഇങ്ങനെ ഇതിൽ ഏലക്ക ഉണ്ടാവും. ട്രക്കിങ്ങിൻ്റെ ജീപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ട്രക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വേറെ വരുന്നതായിരിക്കും. ഈ ഒരു കളറിൽ, ചുമന്ന കളറിലുള്ള നല്ല ഭംഗിയുള്ളൊരു പൂവായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അത് നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ഫൈനലി നമ്മൾ അരിക്കൊമ്പൻ റിസോർട്ടിൽ എത്തിയിരിക്കുന്നു കേട്ടോ. അതാണ് കേട്ടോ അരിക്കൊമ്പൻ റിസോർട്ട്. അരിക്കൊമ്പൻ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അരിക്കൊമ്പൻ്റെ റിസോർട്ട് കണ്ടല്ലോ കൂട്ടുകാരെ. അപ്പോൾ ഇനി പോകുമ്പോൾ അരിക്കൊമ്പൻ റിസോർട്ട് ഞാനൊരു ഇത് പറയുകയല്ല കേട്ടോ, പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് നമ്മുടെ പൈസയ്ക്കും നമ്മുടെ ഇതിനും അനുസരിച്ച് അടിപൊളി റിസോർട്ടാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യൂ. വേറെ സന്തോഷമായിട്ട്